ഈ സമാഗമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സഹപ്രവർത്തകർ ചലച്ചിത്ര രംഗത്താണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് വരുന്നു. പ്രത്യേകിച്ച് സമാഗമം ഒരു പൂർണ്ണ രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവർ ഡെനിച്ചാൻ്റെ കുടുംബം കൂടെ വരണം. അവരെല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിനു മകൻ ഒരാൾ വന്നിട്ടുള്ളൂ, 2 മക്കളില്ല. ഒരാൾക്ക് പരീക്ഷയൊക്കെ ആയിട്ട് വന്നിട്ടില്ല. ഒരു മകൻ വന്നിട്ടില്ല. ഡെനിച്ചാൻ 2 ആൺമക്കളാണ്. അതിൽ മൂത്ത ആളാണ് ഡിനു വന്നിട്ടുണ്ട്. ഡിനുവിൻ്റെ വൈഫുണ്ട്, ഡെനിച്ചാൻ്റെ വൈഫുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഞങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഡെന്നിച്ചായൻ്റെ ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. കല്യാണത്തിൻ്റെ കാര്യം ജസ്റ്റ് പറഞ്ഞു, ഇങ്ങനെ എയർ മുകേഷ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പെണ്ണ് കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞു. ഏതായാലും ആ വിശേഷം നിങ്ങൾ വന്നിട്ട് ചോദിക്കാന്ന് വെച്ചിട്ട് ഞാൻ അപ്പോൾ ഡെന്നിച്ചായനോട് ചോദിച്ചു. ഡെന്നിച്ചായൻ 25ഓളം പെണ്ണുങ്ങളെ കണ്ടിട്ടാണ് അവസാനം സീനിയർ തിരഞ്ഞെടുത്തത്. അത് മുകേഷ് കൂട്ടിയടിച്ചാണല്ലേ? ശരി. ഓർമ്മയുണ്ട് എങ്ങനെയായിരുന്നു അന്ന് പെണ്ണ് കാണാൻ വന്നത്? അന്ന് ഇദ്ദേഹം അറിയപ്പെടുന്ന ആളല്ലേ, തിരക്കഥാകൃത്തല്ലേ അല്ലേ? 82 അപ്പോൾ ഞാൻ കയറി വരും. ജോഷിയുടെ 2-3 പടങ്ങൾ സന്ദർഭമൊക്കെ കഴിഞ്ഞു. സന്ദർഭമായിട്ടില്ല, രാത്രി വരെ രാത്രി ആയിട്ടില്ല. അതിന് മുമ്പ് കർത്തവ്യം വരെ വന്നു. ആണോ? ആ സമയത്താണല്ലേ? അപ്പോൾ ഒരു സിനിമാക്കാരനെ കല്യാണം കഴിക്കാനായിട്ട് എന്തായിരുന്നു? സിനിമ ഇഷ്ടമായിരുന്നു. സിനിമ ഇഷ്ടമായിരുന്നു. ഇവിടെ എനിച്ചാൻ ഇത്രയും പെണ്ണുങ്ങൾ കണ്ടു. ഇപ്പോൾ 10 പേര് എന്തായാലും പറഞ്ഞല്ലോ. അപ്പോൾ ഭാര്യയുടെ മുമ്പിലായതുകൊണ്ട് 10 എന്ന് പറഞ്ഞായിരിക്കും. വേറെ ഉണ്ടാവും, കുറേ കണ്ടുണ്ടാവും. എന്താണ് പെട്ടെന്ന് ആകർഷിക്കാനുള്ള കാരണം? ഇത് മതിയെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മൾ ഓരോന്ന് കണ്ട് ഓരോ കാരണങ്ങളാൽ ഒക്കെ നമ്മൾക്ക് ശരിയായി. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി അവർക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ ഓക്കെ. അങ്ങനെ അങ്ങോട്ട് വന്നാണ്. അതൊക്കെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതെ അങ്ങോട്ട് നടന്നു. എനിക്ക് തോന്നുന്നു ഡെനിച്ചായൻ്റെ ആ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞ പിന്നെ ഭയങ്കര തിരക്കുള്ള സമയം. അപ്പം അന്നൊരു ഇത് തോന്നില്ലേ, തിരക്കായിട്ട് ആളെ കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി ഉണ്ടായിരുന്നോ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അവസാനം ഇപ്പം ഉണ്ടല്ലോ, ഇപ്പോൾ കാലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞില്ല. ഇപ്പോൾ വീട്ടിൽ മറ്റേത് ഒരു പനി വരാൻ കാത്തിരുന്നിട്ടുണ്ടെന്ന് വീട്ടിൽ ആളെ കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? പക്ഷെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട് ഡെന്നിച്ചായൻ എന്നും വീട്ടിൽ പോകണം. രാവിലെ വീട്ടിൽ നിന്ന് വരും, രാത്രി വീട്ടിൽ പോകും. ദൂരെ വന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടി ഇല്ല അല്ലേ? എറണാകുളം വിട്ട് പോയില്ല. ഇപ്പോൾ ഷൂട്ടിങ് എറണാകുളത്ത് തന്നെ വെച്ച് കളഞ്ഞ. അതെ, എല്ലാം ഇവിടെ എറണാകുളത്ത് വെച്ച്. എനിക്ക് തോന്നുന്നു ഡെന്നിച്ചായൻ പുറത്ത് പോയിട്ട് അങ്ങനെ തിരക്കഥ വരും. പക്ഷേ ഞാൻ വേഗം പോരും. ഒരു ദിവസം 2 ദിവസം ഞാൻ ജോഷിയുടെ പടത്തിന് മദ്രാസിലൊക്കെ പോയിട്ട് മാക്സിമം 2 ദിവസം നിൽക്കില്ല. അവസാനം ഷൂട്ടിങ് നടക്കുമ്പോൾ അവിടെ നിന്ന് മുങ്ങാൻ പറ്റില്ല. ഒരു ദിവസം ജോഷി നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല. ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇവിടെ വന്നു. ജോഷി വിളിച്ചപ്പോൾ എറണാകുളത്തിരിക്കണം. പിന്നെ തിരിച്ചു അങ്ങനെയൊക്കെ ചെയ്യും. എനിക്കധികം വീട്ടിൽ നിന്ന് അങ്ങനെ മാറിയിരിക്കുന്നത് ഇപ്പോൾ കല്യാണം കഴിച്ചത് മാത്രമല്ല, അതിനു മുമ്പും അങ്ങനെ തന്നെ. എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഡെന്നിച്ചായൻ്റെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പെരുമാറ്റ ഒരു ഗുണമുണ്ട്. ഞങ്ങൾക്കൊക്കെ എല്ലാവരും ഇവിടെ വന്ന് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമാണ്. വീട്ടിലും അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ്. എപ്പോഴും ഒരു ചിരിച്ചിട്ടുള്ള ഒരു മുഖം അല്ലേ? എല്ലാത്തിനെയും വളരെ സംയമനത്തോടുകൂടി അല്ലേ നേരിടുന്ന ഒരാളാണ്. സിനിമ വേറെ, ജീവിതം വേറെ. നമ്മൾ സിനിമയായിട്ട് വീട്ടിൽ അങ്ങനെ കണക്ട് ചെയ്യില്ല. സിനിമാക്കാരുമായിട്ടല്ല, നമ്മൾ ഫോൺ ചെയ്യും, ഇതൊന്നും ശ്രദ്ധിക്കില്ല. എന്താണ് സിനിമ കാണുമെന്നല്ലാതെ സിനിമ വന്നു കഴിയുമ്പോൾ അഭിപ്രായം പറയും. അത്രേ ഉള്ളൂ. ടിനു എങ്ങനെ കാണുന്നു അച്ചായനെ? ഡാഡിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഇത് ഡാഡി ഒരു സ്ക്രിപ്റ്റ് തീർത്ത് കഴിഞ്ഞാൽ ഡാഡി ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് എല്ലാവർക്കും, ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും പ്രൊഡ്യൂസറാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങളെ കുട്ടിയായിരിക്കുമ്പോൾ ഡാഡി ഭയങ്കര തിരക്കുള്ള അല്ലേ? ഭയങ്കര സമയത്ത് 80s 80 to 2000 വരെയും ഡാഡി ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെയാണ് ആംബ്യൂട്ടേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് സംഭവിച്ചത് 2006 ഇത് സംഭവിച്ചത്. കഴിഞ്ഞു പോയെങ്കിൽ പോലും ആ കാലഘട്ടം വല്ലാത്തൊരു അല്ലേ ജീവിതത്തിൽ എന്തായാലും ഏറ്റവും വേദനാകരമായ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്ന് കാണുമ്പോഴേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. ഞങ്ങളത് പുറത്ത് വന്നിട്ട് സംസാരിക്കുകയും ചെയ്തു. അന്ന് ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ടാകും, ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡെന്നിച്ചായനെ ഞങ്ങളൊക്കെ കണ്ടിട്ട് ഡെന്നിച്ചായനെ അതിൻ്റെ ഗൗരവം അറിയാണ്ടാണോ അതോ അറിഞ്ഞിട്ടും അറിഞ്ഞൂടായിരുന്നു അല്ലേ? കാര്യം മുറിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാര്യം മുറിക്കണതിന് മുമ്പാണ് നിങ്ങൾ വന്ന് അത് കണ്ടത്. അറിഞ്ഞിരുന്നെങ്കിൽ ആകെ ഇതായിപ്പോയി. അറിയാതെയാണല്ലോ ഇത് സംഭവിച്ചത്. മുറിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അന്ന് പള്ളിയിൽ അനൗൺസ് ചെയ്തപ്പോഴാണ് അല്ലേ കേട്ടത്? അപ്പോഴാണ് അല്ലേ? എന്തായിരുന്നു അപ്പോഴത്തെ ഒരു അവസ്ഥ? ഷോക്കായിട്ടുണ്ടാവും അല്ലേ?
ഒന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പെട്ടെന്ന്. അതെന്താ അങ്ങനെ ഡോക്ടേഴ്സ് പറയാതെ? അല്ല, അവർ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അല്ല, സാധാരണ കൺസെന്റ് വാങ്ങിക്കണമല്ലോ. അല്ല, അത് ആ സമയത്തല്ലേ, ഓപ്പറേഷൻ സമയത്തല്ലേ എഴുതി വാങ്ങുള്ളൂ. അല്ല, പക്ഷെ പള്ളിയിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ അറിയണമെന്ന് അത് 6 മണിക്കാണല്ലോ, രാവിലെ അതിരാവിലെയാണല്ലോ. മോർണിംഗ് വന്നിട്ട് ഡോക്ടർ വന്നിട്ട് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദറിൻ്റെ ലൈഫ് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, കാല് മുറിച്ചില്ലെങ്കിൽ പുള്ളിയുടെ ലൈഫ് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെന്താ, ഒരു ഡോക്ടർ വന്ന് നമ്മുടെ ലൂർദിലാണ്. അല്ല ഇല്ല, അല്ല, അമൃതയില്ല, അമൃതയിൽ. പിന്നെ വേറെ നിവൃത്തിയില്ല, അവർ നമുക്കൊന്നും പറയാനും പറ്റില്ല ഇനി പറഞ്ഞ. അല്ല, അത് ലൈഫിലുണ്ടാക്കിയൊരു മാറ്റം ഡെന്നിച്ചൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടാണ്. കാരണം ഓടി നടന്ന് ഇത്രയും തിരക്കിട്ടൊരാൾ പെട്ടെന്ന് പിന്നെ അതിന് ശേഷം വീട്ടിൽ അല്ലേ ഇങ്ങനെ കുറേ നാൾ കുറച്ചാണ് ഒരു 1.5 കൊല്ലം അങ്ങനെ ഇരിക്കേണ്ടി വന്നു വീട്ടിൽ. ഞാനിത് വന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഒരു 2 മാസം കഴിഞ്ഞപ്പോഴൊക്കെ പുറത്ത് പോയി. എന്നാലും പക്ഷെ അപ്പോഴും ആ ഒരു മനസ്സിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നില്ലേ? അതൊരു അത് നമ്മളങ്ങ് ചിന്തിച്ചങ്ങനെ വരുത്തി തീർത്താണ്, നമ്മൾ മോൾഡ് ചെയ്ത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നൊക്കെ ഒരു ധൈര്യം അതായിരിക്കും അല്ലേ? അച്ഛൻ ഡാഡി ആ സമയത്ത് കാണിച്ച ഒരു അത് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും ഡാഡിയുടെ ഒരു അവസ്ഥ. പക്ഷേ ഗ്രാജുവലി മാറി മൊത്തത്തിൽ. ഇപ്പോൾ പഴയ ഒരു സ്റ്റൈലായി, യാത്രയും ജോലിയായി തന്നെ ഇവിടത്തോളം വന്നു. അതെ അതെ. എന്തായാലും അനിയൻ വന്നില്ല, അദ്ദേഹം തിരക്കായുണ്ട് അല്ലേ, വരാൻ പറ്റിയില്ല. വൈഫ് മാരേജിന് വന്നിട്ടുണ്ട് ഞാൻ. ഏതായാലും ഇപ്പോൾ ഒരു സന്തോഷമുള്ള സമയമാണ്, മുത്തച്ഛനും മുത്തശ്ശിയാവാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ ഏതായാലും എല്ലാ ആശംസകളും നേരുകയാണ്. നന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഒരു കമ്പനിയിലാണ് വർക്ക് ഒരു ചെയ്യുന്നത്. കമ്പനിയിലാണ്. ഇങ്ങനെ തന്നെ ഇരുന്നാൽ വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ വന്നാലും ഇങ്ങനെ. എന്തായാലും എന്താ പറയുക, ഫാദർ ഇൻ ലോ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഡെന്നിച്ചായൻ്റെ? ഡാഡിയുടെ സിനിമകൾ ഞാനിവിടെ വരുമ്പോൾ എനിക്കറിയില്ലായിരുന്നു സ്ത്രീധനൻ ഡാഡി എഴുതിയതാണെന്നൊന്നും. ഞാൻ എപ്പോൾ TV വന്നാലും കാണുന്ന ഒരു സിനിമയാണ് സ്ത്രീധനൻ. എനിക്ക് ഭയങ്കര പറഞ്ഞാൽ അവിടെ നിന്ന് മാറില്ല. അടുക്കളയിൽ ഇഷ്ടംപോലെ പണിയുണ്ടെങ്കിൽ അത് വിട്ടിട്ട് ഞാനിവിടെ പോയി അങ്ങനെ ഡാഡിയുടെ പടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പ്രസ്സൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഡിനു ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കൂടെ നമുക്കൊക്കെ അറിയാം. ഏതായാലും 2-3 സിനിമകൾ കണ്ടിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. കണ്ടു. പിന്നെ എന്നിട്ടും എന്ന് പറഞ്ഞ പടം അല്ലേ, അതിലെ പാട്ടുകളൊക്കെ നല്ല ഹിറ്റായിരുന്നു. ജാസി ഗിഫ്റ്റ്. ഡിനു ഏതായാലും നല്ല പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡെന്നിച്ചാനും പറയാറുണ്ട് ഇടയ്ക്ക്. തീർച്ചയായിട്ടും അവസരങ്ങൾ വരും, അങ്ങനെയാണല്ലോ, ഓരോ സമയമുണ്ടല്ലോ എല്ലാത്തിനും. എന്തായാലും നല്ല ജോലിയുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുക അല്ലേ, അത് കണ്ടിന്യൂ ചെയ്യുക. വെച്ചുകൊണ്ട് അല്ല, പിന്നെ സിനിമ വരും പോവും, അത് അതിൻ്റെ വഴിക്കങ്ങ് പോരും. ഇപ്പോൾ ഡെന്നിച്ചായൻ്റെ ഒരു റെഗുലർ റൂട്ടീൻ എങ്ങനെയാണ് പൊതുവെ? അല്ല, രാവിലെയൊക്കെ നേരത്തെ എണീക്കോ? പള്ളിയിൽ പോകും? രാവിലെ എങ്ങനെയൊക്കെയാണ്? 6 മണിക്കൊക്കെ എഴുന്നേക്കും. പള്ളിയിൽ പോകണ ഒരു 12 മണിക്ക് 1 മണിക്ക് കിടന്നാലും രാവിലെ നേരത്തെ എണീക്കും. പള്ളിയിൽ പോകാറുണ്ടോ? പള്ളിയിൽ പോയിട്ട് എനിക്ക് അതേപോലെ പഴയ പോലെ ഇരിക്കാനൊന്നും പറ്റില്ല, എനിക്ക് തിരക്കാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം, ഇപ്പം ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞു, ജോസും ഉള്ളപ്പോൾ പറഞ്ഞു, സിനിമ കാണാൻ പോകും ഇപ്പോഴും. അതാണ് എന്ത് ഇതിൻ്റെ ഇടയിലും സിനിമ കാണാതിരിക്കാൻ ഡെന്നിച്ചായന് പറ്റില്ല. ആലുവയിലാണ് പോകുന്നത്, കൊടുങ്ങല്ലൂർ വന്നിട്ടുണ്ട്. ഏതായാലും ഈ ബലഹീനത അല്ലെങ്കിൽ ഇപ്പോൾ കാല് നഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും ഡെന്നിച്ചായനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഡെന്നിച്ചായൻ്റെ കോൺഫിഡൻസും ഡെന്നിച്ചായൻ ഞങ്ങളോടൊക്കെയുള്ള ഇടപഴകലും എപ്പോഴും ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ തരുന്ന നമ്മൾ ആദ്യം പറഞ്ഞ പോസിറ്റീവ് എനർജി ഒക്കെ തന്നെ അതിൻ്റെ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് നമ്മൾ സിനിമയിൽ. താൽക്കാലികമായിട്ടുള്ള ഈ ഒരു ഇതൊന്നും നമ്മൾ ബാധിക്കില്ല, ഡെന്നിച്ചായനെ പ്രത്യേകിച്ചും ബാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ പോലെ ഡെന്നിച്ചായൻ എന്നാണ് പറയുന്നത്. കലൂർ ഡെന്നീസ് എന്ന് ആരും അങ്ങനെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഡെന്നീസ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും, സീനിയർ ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി എല്ലാവരും ഡെന്നിച്ചായ എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ ഒരു വലിയ തലമുറ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദ വലയത്തിൻ്റെ നടുവിൽ ആണ് എന്നും ഡെന്നിച്ചായനുള്ളത്. നിങ്ങളുടെ ഏറ്റവും നല്ല അടുത്തൊരു സുഹൃത്ത് തന്നെ ആയിരിക്കും അല്ലേ, അപ്പച്ചൻ അല്ലെങ്കിൽ ഡാഡി എന്ന ഉപരിയായിട്ട് അതായിരിക്കും കലൂർ ഡെന്നീസ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് തോന്നുന്നത്? ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ്. അതെ, അത് ഡാഡിക്ക് അറിയാതെ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും എല്ലാം ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡാഡി എടുത്താണ്. ഇപ്പം ഞാനിപ്പോൾ ഫീൽഡിൽ ഇല്ലെങ്കിൽ പോലും സിനിമ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ സിനിമ ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം ജസ്റ്റ് മുമ്പാണ്, അപ്പോഴാണ് എല്ലാവരും കൂടി ഒത്തുകൂടുന്നത്. പ്രാർത്ഥന 1 മണിക്കൂർ വൈകും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 8:30 പ്രാർത്ഥന എത്തിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ 9:15 9:30 ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചർച്ചയായിട്ട് 2 മക്കളും കൂടി ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമയാണ്. ശരി. എന്തായാലും ഒരു സിനിമാ കുടുംബം എന്നതിലുപരിയായിട്ട് മലയാള സിനിമയ്ക്ക് ഒരുപാട് സൗഹൃദങ്ങളും
അതുപോലുള്ള വ്യക്തിത്വങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു സംഭാവന ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ഡെന്നി ചായൻ. ഈ സമാഗമം ആ രീതിയിൽ വളരെ ധന്യമാണ് എന്നെനിക്ക് തോന്നുന്നു. സമാഗമത്തിന് വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് നല്ലൊരു ദിവസത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാം. വീട്ടിൽ കുടുംബത്തിൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരാനായിട്ട് മുത്തച്ഛനാകാന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. സമാഗമത്തിന് വന്നതിന് അതിയായ സന്തോഷം.